ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേർഡ് ചാപ്റ്റർ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളായിരുന്നു. അതായത് ഒരു പാർട്ടിക്കിൾ മോഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ മോഷനിൽ വരുന്നത് എപ്പോഴാണ്, ഏതൊക്കെ കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും മോഷനെ റെസ്റ്റിനെയൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പം നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ജസ്റ്റ് ആ റെസ്റ്റും മോഷനും മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ബോഡിക്ക് എക്സ് ആക്സിസിൽ മാത്രം ട്രാവൽ ചെയ്യാം, വൈ ആക്സിസിൽ മാത്രം ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ഇസഡ് ആക്സിസിൽ മാത്രം ട്രാവൽ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രം ട്രാവൽ ചെയ്യുകയും ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഒരു ഒറ്റ ആക്സിസ് വഴി അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിൽ, അതായത് എക്സിൻ്റെ ലെങ്തോ വൈയിലെ അതിൻ്റെ ഡിസ്റ്റൻസോ ഒക്കെ മാത്രം റെപ്രസെൻറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ആക്സിസുകൾ, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വെച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുകയും അതിൻ്റെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റികൾ, ഒരു എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ ഒരു വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു ഇസഡ് കോർഡിനേറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് ക്വാണ്ടിറ്റി കൊണ്ട് ഒബ്ജക്റ്റിന്റെ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മളതിനെ ടു ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നും പറയുമെന്ന് പറഞ്ഞു. എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്താൽ അത് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷനാണ്. എന്നാൽ ഒരു ബസ് മൂവ് ചെയ്യുന്നു, അതൊരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്, എർത്തിന്റെ സർഫസിലാണ് മൂവ് ചെയ്യുന്നത്, അതിനെ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയും. അതേസമയത്ത് സ്പേസിലൂടെ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ മോഷൻ ഇൻ ത്രീ ഡയമെൻഷണൽ എന്ന് പറയും. ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് മോഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഉണ്ട്, ടു ഡയമെൻഷൻ ഉണ്ട്, ത്രീ ഡയമെൻഷൻ ഉണ്ട്. ഇനി നമ്മൾ ഒരു ബോഡി അറ്റ് റെസ്റ്റും ബോഡി അണ്ടർ മോഷൻ എന്താണെന്നുള്ളത് പറയാം. നമ്മൾ പഠിച്ചതാണ്, ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിന്റെ പൊസിഷന് മാറ്റം വരുന്നില്ലെങ്കിൽ, ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷന് മാറ്റം വരുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയും. എന്നാൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന് മാറ്റം വരുന്നുണ്ട്, സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് മാറുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മോഷനിനെ ദാറ്റ് ബോഡി ഈസ് അണ്ടർ മോഷൻ എന്ന് പറയാൻ പറ്റും. ആ ബോഡി മോഷനിലാണെന്ന് പറയാൻ പറ്റും. നമുക്ക് കാണാം എല്ലാ ബോഡികളും റെസ്റ്റിലും മോഷനിൽ വരുന്നത് അതിന്റെ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഇതിന്റെ ആക്സിസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇപ്പൊ നമ്മൾ എർത്തില് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെയറിലിരിക്കുന്നു. അപ്പോൾ ചെയറിലിരിക്കുമ്പോൾ നിങ്ങൾ റെസ്റ്റിലാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ചെയർ മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റെസ്റ്റിലാണെന്ന് പറയാം. എന്നാൽ സ്പേസിൽ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരാൾക്കോ, നിങ്ങൾ എർത്തിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്തിന്റെ റൊട്ടേഷനൊപ്പം നിങ്ങളും എർത്തിന്റെ സർഫസിൽ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ മോഷനിലാണെന്ന് തോന്നും. എന്നാൽ എർത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ റെസ്റ്റിലാണെന്നേ തോന്നുള്ളൂ. കാരണം എന്താണ് ഈ വ്യത്യാസം? കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ആക്സിസ് ഓഫ് കോർഡിനേറ്റിന്റെ വ്യത്യാസമാണ്. സ്പേസിൽ നിൽക്കുന്ന ഒരാൾ അയാളെ ബേസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് അസ്യൂം ചെയ്യുന്നത്. എന്നാൽ എർത്തിന്റെ സർഫസിലിരിക്കുന്ന ഒരാൾ എർത്തിന്റെ സർഫസിലെ ഒരു കോർഡിനേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ എർത്തിന്റെ സർഫസിലുള്ള കോർഡിനേറ്റ് ഏതെടുത്താലും നിങ്ങൾ റെസ്റ്റിലായിരിക്കും. പക്ഷെ സ്പേസിൽ നിൽക്കുന്ന ആൾക്കെടുക്കുന്ന കോർഡിനേറ്റിൽ നിങ്ങൾ റൊട്ടേഷനിൽ അല്ലെങ്കിൽ മോഷനിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് മോഷനും റെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റിനനുസരിച്ച് നമ്മൾ റെസ്റ്റിലാവുകയോ മോഷനിലാവുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയൊക്കെ എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോർഡിനേറ്റ് സിസ്റ്റം, അതിനെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പേരുണ്ട്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഒരു ബോൾ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എവിടെ എടുക്കണം? എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുന്ന. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇമാജിൻ ചെയ്തു. നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ ആ ഗ്രൗണ്ടിന്റെ സെന്റർ ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ കോർണർ ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ എർത്ത് അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്പേസും അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കാം. പക്ഷേ സ്പേസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലും മോഷനിലാണ്. കാരണം എന്താണ്? സ്പേസിൽ നിന്ന് എർത്തിനെ വാച്ച് ചെയ്യുന്ന ഒരാൾ
എർത്തിന്റെ റൊട്ടേഷൻ അയാൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എർത്തിൽ ഇരിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്ന എർത്തിനൊപ്പം അല്ലേ? അപ്പോൾ ഗ്രൗണ്ട് റെസ്റ്റിലാണോ? അല്ല. അപ്പോൾ അതൊരു കുഴപ്പമാണ്. നമ്മൾ എർത്തിൽ നിൽക്കുന്ന ആളിനെ ബേസ് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ യൂണിവേഴ്സിനെ തന്നെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സോളാർ സിസ്റ്റം മൊത്തമായിട്ട് എടുക്കുമ്പോഴോ സണ്ണിനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ സിറ്റുവേഷൻ ചേഞ്ച് വരും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ബോൾ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പോയി സണ്ണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കണോ, എർത്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്താൽ മതിയോ, അതോ സ്പേസ് ആണോ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മൾ എർത്തിലുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ സ്പേസിന്റെ സിറ്റുവേഷനിലേക്ക് ഇതിനെ ക്ലബ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. എർത്തിലിരിക്കുന്ന ഗ്രൗണ്ടും ആ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരും അവിടെ വെച്ചിരിക്കുന്ന ഫുട്ബോളും മാത്രം നമ്മൾ അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സിറ്റുവേഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ആ ഫുട്ബോൾ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെന്ററോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആ ആളിനെ ബേസ് ചെയ്ത്, അതായത് ഒരാളുടെ ബോഡിയല്ല നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. പകരം ഫുട്ബോൾ ഗ്രൗണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന് പേരോർത്തിരിക്കണം, ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഫുട്ബോളിന്റെ ഗ്രൗണ്ടിന്റെ സെന്റർ ആയിട്ട് എടുത്തു. ഒരാൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കോർണർ ആയിട്ട് എടുത്താലോ കുഴപ്പമൊന്നുമില്ല. ആ കോർണറിൽ നിന്ന് അയാൾ മെഷർമെന്റുകൾ നടത്തേണ്ടി വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെന്ററിൽ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുകയും ആ സെന്ററിൽ നമ്മൾ ഒരു ഫുട്ബോൾ വെക്കുകയും ചെയ്താൽ ആ ഫുട്ബോളിന്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? 0-0-യിലാണ്. നമുക്കറിയാം ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ആക്സിസ് ഉള്ള കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ 0-0 എന്ന് ബ്രാക്കറ്റിൽ എഴുതും. 3 ആക്സിസുകളാണെങ്കിലോ 3 0 കൊടുക്കും. 0,0,0 എന്നാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ നമ്മൾ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കോർണറാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കുന്നതെങ്കിൽ ഫുട്ബോൾ വെച്ചിരിക്കുന്ന സെന്ററിലുമാണെങ്കിൽ ആ ഫുട്ബോളിന്റെ പൊസിഷൻ നമ്മൾ പറയുന്നത് ഈ കോർണറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ബേസ് ചെയ്ത് വേണം പറയാൻ. ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഏതാണോ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് സിറ്റുവേഷന് മാറ്റം വരാം. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഒരു കാറ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു റോഡിലൂടെ പാസ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എക്സാമ്പിളിൽ നമുക്ക് കാണാം ഒരു സ്ട്രെയിറ്റ് റോഡാണ്, 1 ഡയമെൻഷണൽ മോഷനായിട്ട് എടുക്കാം. അപ്പോൾ ഈ 1 ഡയമെൻഷണൽ മോഷനിൽ ഈ കാറ് മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ബോഡി മോഷനിലാണ്. അപ്പോൾ ആ മോഷനിലാണെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇപ്പോൾ കാണുന്ന പോലെ ഒരു ഫിക്സഡ് പൊസിഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് റോഡിന്റെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഒരു ഫിക്സഡ് പൊസിഷനായിട്ട് ചൂസ് ചെയ്യുന്നു. റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ആ ലെങ്ത് പറയുമ്പോൾ മെഷറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിക്സഡ് പൊസിഷൻ, ഫിക്സഡ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം കാർ മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ കാർ ട്രാവൽ ചെയ്യുമ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടതനുസരിച്ചാണെങ്കിൽ ഈ ബോഡി മോഷനിലിരിക്കുമ്പോൾ ഫിക്സഡ് പോയിന്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത്, അതായത് ആദ്യത്തെ സിറ്റുവേഷനിൽ ഫിക്സഡ് പോയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ഫിക്സഡ് പോയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നത് റോഡാണ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആരാണ്? റോഡാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതായത് ഞാൻ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരാൾക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് റോഡായിട്ട് എടുക്കാം. അപ്പോൾ റോഡിലെ ഒരു പോയിന്റാണ് ഫിക്സഡ് പോയിന്റ്. ആ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താണ് ഈ കാറ് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ചെയ്യാം. ഇനി ഇത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? അല്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വേറൊരു ഫിക്സഡ് പോയിന്റ് എടുത്തു. അത് ഈ കാറിനുള്ളിൽ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കാറിനുള്ളിലെ സീറ്റാണ്, അല്ലെങ്കിൽ കാറ് തന്നെയാണ് ഫിക്സഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാറ് ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കാറ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്താൽ കാർ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനും കാറിനൊപ്പം മൂവ് ചെയ്യുകയാണ് അല്ലേ? ആ ഫ്രെയിം ഓഫ് റെഫറൻസും കാറിനെ കൂടുതൽ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തോന്നും ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഈ ബോഡി റെസ്റ്റിലാണെന്ന് തോന്നും. കാരണം കാറിൽ നിന്നും അല്ലെങ്കിൽ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഒറിജിനിൽ നിന്നും കാറിലേക്കുള്ള ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത സിറ്റുവേഷനിൽ നമ്മൾ റോഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്താൽ റോഡിനെ ബേസ് ചെയ്യുന്ന റോഡിലുള്ള ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് കാറ് മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, കാറ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റി. പക്ഷേ ഇപ്പോഴോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫിക്സഡ് പോയിന്റും
അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസും കാറ് തന്നെയായതുകൊണ്ട് കാറിനൊപ്പം തന്നെ അത് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കാറിലിരിക്കുന്ന ഒരാൾക്ക് ആ പൊസിഷൻ വെച്ച് നോക്കിയാൽ കാറിന്റെ ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നും കാറിന് മാറ്റം വന്നോ? മാറ്റം വന്നിട്ടില്ല. കാറ് ഫ്രെയിം ഓഫ് റെഫറൻസിനൊപ്പം തന്നെ കാർ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ബോഡി റെസ്റ്റിലാണ് എന്ന് നമുക്കൊരു തോന്നൽ വരും. അതായത് കാറിലിരിക്കുന്ന ഒരാൾക്ക് ആ കാറ് മൂവ്മെന്റിലാണെന്നുള്ളത് അറിയാമെങ്കിലും അയാളുടെ പൊസിഷൻ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്യുമ്പോൾ മാറാത്തത് കൊണ്ട് അയാൾ റെസ്റ്റിലാണെന്ന് പറയേണ്ടി വരും. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ട്രെയിനിൽ കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ ട്രെയിനിന് ഒട്ടും ഷേക്കിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ കുലുക്കമില്ലെന്ന് വിചാരിക്കാം. ആ ട്രെയിൻ മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തിരുന്നയാളെ നോക്കുക. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാലും അടുത്തിരുന്നയാൾ അവിടെ തന്നെ കാണും. അല്ലെങ്കിൽ അടുത്തിരുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് വെക്കുന്ന ഒരു സീറ്റ്, ആ സീറ്റ് ആ പൊസിഷനിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്യും തോറും ഇതിനുള്ളിലിരിക്കുന്ന ആൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെന്നുള്ളതാണ്. അതായത് ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം റെസ്റ്റിലാണ് അല്ലെങ്കിൽ അതിലെ സീറ്റുകളെല്ലാം റെസ്റ്റിലാണ് എന്നുള്ളതാണ് മീനിങ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ആദ്യം ഞാൻ പറഞ്ഞ പൊസിഷനിൽ നിന്നും 10 കിലോമീറ്റർ അകലത്തിൽ നമ്മൾ ട്രെയിൻ ചെല്ലുമ്പോൾ നമുക്കറിയാം എർത്തിൽ ഉള്ള പൊസിഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് മോഷനിലും റെസ്റ്റിലുമായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ എക്സാമ്പിളിൽ കാറിന്റെ മോഷൻ തന്നെ നമ്മൾ റോഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ കാറ് മൂവ്മെന്റിലാണെന്നും എന്നാൽ കാറിലെ ഒരു ആക്സിസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുകയും കാറിലെ ഒരു പോയിന്റ് ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ കാറ് റെസ്റ്റിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എർത്തിൽ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്കറിയാം, ഇപ്പൊ എർത്തിൽ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരാളുടെ സിറ്റുവേഷൻ ആണ് ഇവിടെ ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സിൽ നിന്നും ഒരാൾ XY പ്ലെയിനിൽ നമ്മൾ എടുത്തു, XY കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്, Z ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ പെർപെൻഡിക്കുലർ നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് ആ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സ്ക്രീനിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ക്ലാസ് കാണുന്നത്. ആ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് ആണ് Z ആക്സിസ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മുടെ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് ലൈറ്റ് വരുന്നത് പോലെ X ആക്സിസ് സ്ക്രീനിന്റെ നീളവും Y ആക്സിസ് സ്ക്രീനിന്റെ വീതിയുമാണെങ്കിൽ ആ സ്ക്രീനിൽ നിന്നും പുറത്തേക്കാണ് Z ആക്സിസ് വരുന്നത്. അതൊരിക്കലും നമുക്കറിയാം ഈ സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയില്ല 3 ഡയമെൻഷനിലായിട്ട്. അപ്പോൾ അത് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള Z ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കുക എന്ത് സംഭവിക്കുന്നു. കാറ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാറിന്റെ പൊസിഷന് മാറ്റം വരും. പൊസിഷന് മാറ്റം വരുമ്പോൾ ഈ ഗ്രാഫിൽ കണ്ടോ, ആദ്യം ഒറിജിനലോട് ചേർന്ന് നിന്ന കാറ് ഗ്രാഫിലെ X ആക്സിസിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ എടുക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന് കാറ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആകാതെ റോഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫിൽ കാറിന് മൂവ്മെന്റ് ഉള്ളതായിട്ട് കണ്ടല്ലോ. അപ്പോൾ കാറിന് മൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ആക്സിസുകൾ പല ഡയറക്ഷനിൽ ചൂസ് ചെയ്യാം. കാറിന് ഐദർ X ആക്സിസിൽ ട്രാവൽ ചെയ്യാം, അതുപോലെ തന്നെ കാറിന് Y ആക്സിസിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ ഏത് ആക്സിസിൽ ട്രാവൽ ചെയ്താലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് കാറാണെങ്കിൽ, കാറിനുള്ളിലാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കാറ് റെസ്റ്റിലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ഫ്രെയിം ഓഫ് റെഫറൻസ് റോഡായിട്ട് എടുത്താൽ ആ റോഡിൽ ഈ കാറിന് മൂവ്മെന്റ് വരുമ്പോൾ അതിന്റെ ഒറിജിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും കാറിന് മാറ്റം വന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ ആ കാർ മോഷനിലാണെന്ന് നമ്മൾ പറയും. മനസ്സിലായോ? ആ മോഷൻ രണ്ട് തരത്തിലാകാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അത് X ആക്സിലും ആകാം, Y ആക്സിലും ആകാം. അല്ലെ, ഇത് പ്ലെയിനിലായതുകൊണ്ട് X ആക്സിലോ Y ആക്സിലോ ആകാം. സ്പേസിലായിരുന്നെങ്കിൽ അതിനെ Z ആക്സിലും ട്രാവൽ ചെയ്യാൻ പറ്റിയ. അപ്പോൾ ഈ X ആക്സിസ് തന്നെ കഴിഞ്ഞ ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, X ആക്സിന് പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ X ആക്സിന് നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കറിയാം ഈ കാറ് മൂവ് ചെയ്യുന്ന പ്ലെയിൻ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ പ്ലെയിൻ എക്സാക്ട്ലി ആ പ്ലെയിൻ കാണാം. Z എന്ന് പറയുന്ന പ്ലെയിൻ നമുക്ക് വെർട്ടിക്കലായിട്ട് അപ്വേർഡ് എടുത്തു. Xും Yയും പ്ലെയിനും നമ്മുടെ സർഫസിന് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ എടുത്താൽ ഈ കാറ് ഇപ്പോൾ കാണുന്ന ഈ ട്രാക്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ട്രാക്ക്, ആ ട്രാക്കിലൂടെ കാർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത് 2 ഡയമെൻഷണൽ മോഷനായിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 ഡയമെൻഷണൽ മോഷനായിട്ട് പറയാൻ പറ്റും. അവിടെ ആ കാറ് ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് Xും Yയും പ്ലെയിൻ മാത്രം മതിയോ? പോരാ. നമുക്ക് അന്നേരം എന്ത് വേണം? Xും Yയും Z ആക്സിസും വേണം. അപ്പോൾ 3 ആക്സിസുകൾ വേണം. ഇനി നമുക്ക് റെക്റ്റിലീനിയർ മോഷനിലേക്ക് വരാം. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്
സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്റ്റിലീനിയർ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അത് 1 ഡയമെൻഷണൽ മോഷനാണ്. ഒരേ ഒരു ക്വാണ്ടിറ്റി മാത്രം മതി, അത് ഒറിജിനിൽ നിന്നുള്ള ദൂരം മാത്രം നമുക്ക് വെച്ചുകൊണ്ട് റെക്റ്റിലീനിയർ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എക്സ് ആക്സിൽ മൂവ് ചെയ്യാം, വൈ ആക്സിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇസഡ് ആക്സിൽ മൂവ് ചെയ്യാം. അതിന്റെ പൊസിഷൻ എവിടെ നിന്ന് പറഞ്ഞാൽ മതി? എക്സ് വൈ ആക്സിസുകളിൽ നിന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഉള്ള അടുത്ത സിറ്റുവേഷനിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, എക്സ് ആക്സിന് തന്നെ അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നോർമലി നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒറിജിനിൽ നിന്നും എക്സ് ആക്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ളതിനെ നെഗറ്റീവ് എന്ന് പറയും. അതുപോലെ തന്നെ വൈ ആക്സിന് നമ്മൾ കാണുന്നത് പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതുപോലെ ഡൗൺവേർഡ് ആയിട്ട് വരുന്നതിന് നമ്മൾ നെഗറ്റീവ് സൈഡ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഇസഡ് ആക്സിസിനും പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് മൂവ്മെന്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, നമുക്കറിയാം എക്സ് ആക്സിസിന് പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ട്, നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ട്, വൈക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഇസഡിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ കാണുന്നയാൾ എക്സ് ആക്സിസിൽ ഒറിജിനെ നമ്മൾ O എന്നാണ് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യുന്നു. അവിടുത്തെ പൊസിഷനെ നമ്മൾ എക്സ് വെച്ചാണ് ഫിസിക്സിൽ സാധാരണ പൊസിഷൻ മാർക്ക് ചെയ്യാറുള്ളത്, എക്സ് ആക്സിസിലായതുകൊണ്ട്. വൈ ആക്സിൽ നമുക്ക് Y എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനെ x = 0 എന്ന് നിങ്ങൾ എടുക്കുന്നു. ഇവിടെ നിന്നും ഇയാൾ മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്കറിയാം ആ ക്ലോക്കിൽ സമയം മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ക്ലോക്ക് റൺ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ കാണാം ഇയാൾ മുമ്പോട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിഷ്യൽ ടൈമിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? t = 0 എന്ന് കൊടുക്കാം ഇനിഷ്യൽ ടൈം. ഇവിടെ 2 റഫറൻസ് പോയിന്റുകൾ എടുത്തു, ബി എന്നും എ എന്നും പറഞ്ഞ് 2 റഫറൻസ് പോയിന്റുകൾ നമ്മൾ എടുത്തു. ഈ ഒറിജിനിൽ ഇരിക്കുന്നയാൾ മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അയാൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പൊസിഷനിൽ ചെന്നു, അയാൾ എയിലാണ് ചെന്നത്. അപ്പോൾ എ വരെയുള്ള പാത്ത് ലെങ്ത്, ദൂരം, ആ ദൂരം എന്നുള്ളത് 36 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ എടുക്കുന്ന കേസാണ്. അപ്പോൾ ഇയാൾ ട്രാവൽ ചെയ്ത പാത്ത് ലെങ്ത്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഈ പാത്ത് ലെങ്തിനെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം. ആ പാത്ത് ലെങ്ത് 36 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം. O തൊട്ട് എ വരെയുള്ള ദൂരം, OA എന്ന് പറയുന്ന ദൂരം 36 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ 36 മീറ്ററിൽ അല്ലെങ്കിൽ OAയിൽ എയിൽ ചെന്നയാൾ ഇനി അവിടെ നിന്നും അയാൾ തിരിച്ചു പോരുവാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവിടെ നിന്നും അയാൾ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്മൾ എടുത്താൽ, OAയിൽ ചെന്ന ആളുടെ പൊസിഷൻ എടുത്താൽ 36 മീറ്റർ അകലത്തിൽ നിന്നാണ് ഒറിജിനിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുമുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണിത്, 9th തോന്നുന്നു നിങ്ങളിത് പഠിച്ചതാണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് 36 മീറ്റർ. ഇത് ആദ്യത്തെ സിറ്റുവേഷൻ. ഇനി വീണ്ടും നമ്മൾ എടുക്കുകയാണ്, അയാൾ അവിടെ നിന്ന് മൂവ് ചെയ്തു, Oയിൽ നിന്ന് മൂവ് ചെയ്തു, അയാൾ B പാസ് ചെയ്തു, എയിൽ ചെന്നു. അപ്പോൾ നമ്മൾ എത്ര ദൂരമായി? 36 മീറ്ററായി. ഈ 36 മീറ്ററിൽ നിന്നും ഇയാൾ എയിൽ നിന്നും വീണ്ടും അയാൾ പുറകോട്ട് നടന്നു, വന്ന ദൂരത്തിലേക്ക് തിരിച്ചു നടന്ന് അയാൾ ബിയിൽ ചെന്നു. ഈ ബി എന്ന് പറയുന്നത് എയിൽ നിന്നും 12 മീറ്റർ അകലത്തിലുള്ള പോയിന്റാണെന്ന് വിചാരിക്കുക. അതായത് എയിൽ നിന്നും അയാൾ തിരിച്ചെത്ര ദൂരം പുറകോട്ട് പോകുന്നു? 12 മീറ്ററോടെ പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇയാൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാണ്? അയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് Oയിൽ നിന്ന് എയിൽ വന്ന ദൂരം 36 മീറ്റർ പ്ലസ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? 12 മീറ്റർ. അപ്പോൾ 36 മീറ്ററിന്റെ കൂട്ടത്തിൽ 12 മീറ്ററോടെ ആഡ് ചെയ്യുന്നതാണ് ഇയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ഈസ് 36 + 12 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അയാൾ പോയ ഡയറക്ഷൻ ഒന്നും നോക്കിയിട്ടില്ല, പകരം നമ്മൾ നോക്കിയത് ഏത് മാത്രമാണ്? അയാൾ കവർ ചെയ്ത ടോട്ടൽ ദൂരമാണെന്ന് നോക്കിയത്. ഇനി ബിയിൽ നിൽക്കുന്ന ഇയാൾ ഒറിജിനിൽ നിന്നും എത്ര ദൂരത്തിലാണ്? അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയിൽ നിൽക്കുന്നയാൾ ഒറിജിനിൽ നിന്നും എത്ര ദൂരത്തിലാണ്? 36 മീറ്റർ ആണോ അതോ 12 മീറ്റർ ആണോ? അല്ല, ഇയാൾ 36 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് പുറകോട്ട് തിരിച്ച് എത്ര മീറ്റർ പോകുന്നു? 12 മീറ്റർ പോകുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 36 - 12, അത് എത്ര വരും? 24. ആ 24 മീറ്റർ ആണ് Oയും Bയും തമ്മിലുള്ള ദൂരം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. Oയും Bയും തമ്മിലുള്ള ദൂരം എത്രയാണ്? 24 മീറ്റർ ആണ്. ഈ 24 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ടോട്ടൽ പാത്ത് ട്രാവേഴ്സ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. OA പ്ലസ് AB ആണ്, അത് 36 പ്ലസ് 12 ആണ്. അപ്പോൾ എത്രയാണ്? 48 മീറ്റർ ആണ് ടോട്ടൽ പാത്ത് ട്രാവേഴ്സ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ട്രാവൽഡ്. അതേ സമയത്ത് നമുക്കിനി ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അയാൾക്കുണ്ടായ മാറ്റമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ബോഡിയാണ്. ആ ബോഡിയുടെ പൊസിഷന് വന്ന വ്യത്യാസം, അതായത് ഇയാളുടെ ബോഡി അല്ലെങ്കിൽ ഈ നിന്ന പർട്ടിക്കുലർ പേഴ്സൺ ഓയിലായിരുന്നു, അവിടെ x=0 ആയിരുന്നു. അവിടെ നിന്ന് അയാൾ ബിയിലേക്ക് മാറിയപ്പോൾ അയാളുടെ ബോഡിക്ക് അല്ലെങ്കിൽ പൊസിഷന് മാറ്റം വന്നു. ആ ചേഞ്ച് ഇൻ പൊസിഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സിറ്റുവേഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ അടുത്ത സ്പെഷ്യാലിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? നമുക്ക് നോക്കാം എന്താണ് വെക്റ്റർ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ 3 പൊസിഷനുകൾ എടുത്തു. ആദ്യം x=0 ആയിരുന്നു, സ്റ്റാർട്ടിംഗ് ടൈം 0 ആയിരുന്നപ്പോൾ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x=0 ആയിരുന്നു. ഇനി കുറെ സമയം കഴിഞ്ഞപ്പോൾ ടൈം t1 ആയപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ x1 ആയി, ടൈം t2 ആയപ്പോൾ പൊസിഷൻ x2 ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ x1 x2 തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ x1 എന്ന് പറഞ്ഞ പൊസിഷൻ ആദ്യത്തെ ഒരു പൊസിഷൻ ഉണ്ട്, x2 എന്ന് പറഞ്ഞ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്. ഈ x1 ഉം x2 ഉം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് Δx എന്ന് പറയുന്നത്. അതിനെടുത്ത ടൈം എത്രയാണ്? Δt എന്നെടുക്കും ടൈമിനെ. അതിനെ നമ്മൾ t2 - t1 എന്ന് പറയും. ടൈമിൽ വന്ന ഡിഫറൻസ് t2 - t1 ആണ് Δt എന്ന് പറയുന്ന ടൈം. മനസ്സിലായോ? അപ്പോൾ പൊസിഷനിൽ വന്ന വ്യത്യാസം എത്രയാണ്? x2 - x1 ആണ്. Δx എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് നോക്കിയാൽ കാണാം. Δx എന്നുള്ളതിന്റെ വാല്യൂ ടൈം പോലെ തന്നെ പൊസിഷന് വന്ന ചേഞ്ച് Δx x2 - x1 ആണ്. ഈ ഒബ്ജക്റ്റിന് x1 ഉം x2 നും ഇടയ്ക്ക് വന്ന വ്യത്യാസം, നമ്മൾ ഒറിജിനെ ബേസ് ചെയ്തല്ല കേട്ടോ പറയുന്നത്, x1 ഉം x2 എന്ന് പറയുന്ന രണ്ട് പൊസിഷനെ ബേസ് ചെയ്താൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x2 - x1 ആണ് ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് സൈഡിലേക്കാകാം. അതെങ്ങനെയാണ് പോസിറ്റീവ് സൈഡിലേക്കാകുന്നത്? x2 അതിന്റെ ഫൈനൽ പൊസിഷൻ x1നെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ, ഇനിഷ്യൽ പൊസിഷനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് ആക്സിസിൽ 10 മീറ്ററിൽ ഇരുന്ന സാധനം അവിടുന്ന് ഒരു 25 മീറ്ററിലേക്ക് മാറിയാൽ നിങ്ങൾക്കറിയാം 25 എന്ന് പറഞ്ഞ ഫൈനൽ പൊസിഷൻ ഇനിഷ്യൽ പൊസിഷനേക്കാളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ x2 ഗ്രേറ്റർ ദാൻ x1 ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. എന്നാൽ x2 ലെസ് ദാൻ x1 ആണെങ്കിൽ, ഫൈനൽ പൊസിഷൻ ഇനിഷ്യൽ പൊസിഷനെ കഴിഞ്ഞും കുറവാണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാം. ഇത് എക്സ് ആക്സിസ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നെങ്കിലും y ആക്സിലും z ആക്സിലും ഒക്കെ ഇത് വാലിഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് ഓർത്തിരിക്കുക, പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാം. അതായത് കൃത്യമായിട്ട് ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ ഡയറക്ഷൻ പറയേണ്ടി വരുന്നുണ്ട്. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് ഡിസ്പ്ലേസ്മെന്റ് ഇരിക്കുന്നത്. അതായത് പോസിറ്റീവ് ഡയറക്ഷനും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റിന്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് ഡയറക്ഷനും ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. ഓർത്തിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓർത്തിരിക്കുക, ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ നോട്ടുകൾ ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നമ്മുടെ ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടേ സെൻഡ് ചെയ്യുള്ളൂ. കാരണം ഇതിലെ കാര്യങ്ങൾ കൂടുതലും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ്. ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യണം, ടെക്സ്റ്റ് ബുക്കോടെ നോക്കി വേണം നിങ്ങളിത് പഠിക്കാൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡുമുണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡയറക്ഷനുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് എക്സാമ്പിളിലേക്ക് അല്ലെങ്കിൽ ആ എക്സാമ്പിൾ ഒന്നിട്ട് നോക്കാം. ഓയിൽ നിന്ന് ഒരാൾ എയിൽ വന്നു. ആ എയിൽ വന്ന ദൂരം എന്ന് പറയുന്നത് 36 മീറ്റർ മൈനസ് 0 മീറ്റർ എന്നെടുക്കും. എന്തുകൊണ്ടാണ് 36 മീറ്റർ മൈനസ് 0 മീറ്റർ എന്നെടുത്തേക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു Δx എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല ഏതാണ്? x2 - x1 ആണ്. x2 എന്ന് പറയുന്ന ഫൈനൽ പൊസിഷനാണ്. ഇപ്പോൾ അയാൾ ഫൈനലിൽ നിൽക്കുന്ന എവിടെയാണ്? 36 മീറ്ററിലാണ്. അയാൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? 0 മീറ്ററിൽ നിന്നാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ 36 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ 0 മീറ്റർ ഈക്വൽ ടു 36 മീറ്റർ എന്ന് കിട്ടും.
ഇതാണ് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പൊസിഷൻ എയിൽ വന്നപ്പോൾ. അപ്പോൾ ഒ എ എന്ന് പറയുന്ന പാത്തിന്റെ ലെങ്തും സെയിം ആണ്. ഇനി എയിൽ നിന്നെയാണ് പുറകോട്ടേക്ക് വരുന്നത്, ബിയിലേക്ക് വരുന്നു. ബിയിലേക്ക് അയാൾ വന്നപ്പോൾ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 12 മീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ 12 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇയാൾ ട്രാവൽ ചെയ്ത ദൂരം എത്രയാണ്? 24 മീറ്റർ പ്ലസ് 36 മീറ്റർ എന്ന് ഉള്ള സിറ്റുവേഷനിലേക്ക്, അതായത് ഇതിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന ബി എന്ന് പറയുന്ന പോയിന്റ് 24 ആണ്. എങ്ങനെയാണ് 24 വന്നത്? കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എ വരെയുള്ള ദൂരം 36 ആണ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം 12 ആണ്. ഡെഫിനറ്റ്ലി അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് 24 മീറ്റർ ആണ്. അതുകൊണ്ടാണ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 24 മീറ്റർ. ഇത് പ്ലസ് അല്ല വരുന്നത്, ആക്ച്വലി ഇവിടെ മൈനസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കുന്നതിന് പകരം 24നെ മൈനസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത ദൂരം, സോറി അങ്ങനെയല്ല വരുന്നത്, 24 മീറ്റർ ആണ് ഫൈനൽ പൊസിഷൻ. അത് പ്ലസ് 24 എന്ന് എടുക്കുക, കാരണം ഓയിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് 24 ഇയാൾ നിൽക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം 24 കിട്ടിയത് എങ്ങനെയാണ്? ഓയിൽ നിന്ന് എ വരെ അയാൾ ട്രാവൽ ചെയ്ത് 36 മീറ്റർ ആണെന്ന് പറഞ്ഞു. എയിൽ നിന്നും അയാൾ 12 മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ് ബിയിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒയും എയും തമ്മിലുള്ള ദൂരം 36ഉം എയും ബിയും തമ്മിലുള്ള ദൂരം 12ഉം ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഒ ബി എത്ര വരും? ഒ ബി എന്ന് പറയുന്നത് ഒ എ എന്ന് പറയുന്നത് 36 മൈനസ് എ ബി എത്രയാണ്? 12. അപ്പോൾ 36 മൈനസ് 12 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 24 വരും. അതാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞ ബി എന്ന് പറയുന്ന വാല്യൂ 24 വന്നിരിക്കുന്നു. എ എന്ന് പറഞ്ഞ പൊസിഷൻ എത്രയാണ്? ഒയിൽ നിന്ന് എ വരെയുള്ള ദൂരം 36 ആണ്. അപ്പോൾ അത് 36. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഫൈനൽ പൊസിഷൻ എത്രയാണ്? x2 ആണ്. x2 എന്ന് പറയുന്നത് 24 ആണ്. ബി എന്ന് പറയുന്നതാണ് x2. x2 എത്രയാണ്? 24 ആണ്. അത് നമ്മൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത് പാത്ത് ട്രാവൽ ചെയ്തതാണ്. മനസ്സിലായോ? അപ്പോൾ 24 മീറ്റർ മൈനസ് 36 മീറ്റർ ആണ് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പാത്തിന് വന്ന ചേഞ്ച് എത്രയാണ്? 12 മീറ്റർ ആണ്. 12 മീറ്റർ ആണ് പാത്തിന് വന്ന ചേഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്നും ബിയിലേക്ക് ഇയാൾ മൂവ് ചെയ്തപ്പോൾ ഉള്ളതാണ്. ഓയിൽ നിന്നുമുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഓയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനിൽ നിന്നും അയാൾ ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. അതെത്രയാണ്? 24 ആണ്. ഇവിടെ ഈ എഴുതിയിരിക്കുന്ന 24 എന്ന് പറയുന്ന വാല്യൂ, അതായത് 24 ഞാൻ പറഞ്ഞ പോലെ മൈനസ് 36 എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്ക് ഇയാൾ മൂവ് ചെയ്തപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം എയിൽ നിന്നും അയാൾ പുറകോട്ടല്ലേ മൂവ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ എ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മൈനസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക. മനസ്സിലായാലോ? അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലായി കാണും, ഡിസ്പ്ലേസ്മെന്റും പാത്ത് ലെങ്തും ഈക്വൽ ആയിരിക്കില്ല. ചില സിറ്റുവേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് പാത്ത് ലെങ്ത് ഈക്വൽ ആയിരിക്കും, ചില സിറ്റുവേഷനിൽ അത് ഈക്വൽ ആയിരിക്കില്ല. അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരാൾ ഒറിജിനിൽ നിന്നും എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ ട്രാവൽ ചെയ്യുന്നു. എയിൽ അയാൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ പാത്ത് ലെങ്തും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. കാരണം ഇയാൾ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ട്രാവൽ ചെയ്തത്. പാത്ത് ലെങ്ത് 36 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 36 ആണ്. എന്നാൽ ഓയിൽ നിന്നും അയാൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് ബിയിൽ വരുമ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ദൂരം എത്രയാണ്? നേരത്തെ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 36 പ്ലസ് 12 ആണ്. 48 ആണ് ഇയാൾ ട്രാവൽ ചെയ്ത പാത്ത് ലെങ്ത്. ആ സമയത്ത് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഓയും ബിയും തമ്മിലുള്ള ദൂരമാണ്. അത് എത്രയാണ്? അത് 24 മീറ്ററേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് 24 മീറ്റർ ആണ്. പാത്ത് ലെങ്ത് അതിലും കൂടുതലാണ്, 48 ആണ് വരുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിലോ അത് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ നിന്നും ഓയിൽ നിന്നും എ വരെ ട്രാവൽ ചെയ്യുന്നു, എയിൽ നിന്നും അയാൾ തിരിച്ച് ഓയിൽ വരുവാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എയിൽ നിന്നും അയാൾ തിരിച്ച് ഓയിൽ വരുമ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയതുകൊണ്ട് അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 0 അല്ല. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം എന്ന് പറയുന്നത് എത്രയാണ്? 72 മീറ്റർ ആണ് അയാൾ ട്രാവൽ ചെയ്ത ദൂരം. ഡിസ്പ്ലേസ്മെന്റ് 0യുമായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി 2 പോയിന്റുകളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ്. എന്നാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിലും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ പാത്ത് ട്രാവൽഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല, അത് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, സീറോ വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ഇതൊക്കെയാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒന്നുകൂടെ പറയാം, ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റുകൾ സെയിം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാകാം അല്ലെങ്കിൽ ഈക്വൽ ആകാം. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാകില്ല. നിങ്ങളിപ്പോൾ കണ്ടതാണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആവും, പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 72 ആവും. പക്ഷെ തിരിച്ച് ഒരിക്കലും വരികയില്ല. ഓക്കെ, ഇപ്പൊ ഈ കാര്യങ്ങൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലതുപോലെ നോട്ട് എഴുതി കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ദെൻ താങ്ക് യു.